മരണത്തിന്റെ ഗന്ധം തളംകെട്ടി നിൽക്കുന്ന ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തണുത്ത കൽത്തറയിലിരുന്ന് ആര്യ ആ മൃതദേഹങ്ങൾ ഓരോന്നായി കഴുകി വൃത്തിയാക്കുകയായിരുന്നു. ജീവനറ്റ ആ ശരീരങ്ങളിലെ അഴുക്കുകൾ തുടച്ചുമാറ്റുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ദിവസങ്ങളായി അവൾ ഈ ജോലി തുടരുന്നു. പക്ഷേ എന്തിനുവേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ കൈകൾ മരവിച്ചിട്ടും അവൾ ജോലി തുടർന്നു. പെട്ടെന്ന് മുഖമില്ലാത്ത രണ്ടു മനുഷ്യർ അവിടേക്ക് വരികയും അവൾ കഴുകി വൃത്തിയാക്കിയ ഒരു മൃതദേഹം എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ മൃതദേഹങ്ങൾ വെച്ച് അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ വെയ്ഫിനോട് ചോദിച്ചു. എന്നാൽ തന്റെ ജോലിയിലേക്ക് തിരികെ പോകാനായിരുന്നു വെയ്ഫിന്റെ കർശനമായ മറുപടി. താൻ ആഴ്ചകളായി ഇവിടെയുണ്ടെന്നും എന്തിനാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാതെ ഇനിയൊരു മൃതദേഹം പോലും താൻ കഴുകില്ലെന്നും ആര്യ ദേഷ്യത്തോടെ പറഞ്ഞു. സമയമാകുമ്പോൾ അവൾ എല്ലാം അറിയുമെന്നും അതിനു മുൻപ് ഒന്നും പറയാൻ കഴിയില്ലെന്നും വെയ്ഫ് തണുത്ത സ്വരത്തിൽ പറഞ്ഞു. മുഖങ്ങളുടെ കളി തനിക്ക് എപ്പോഴാണ് കളിക്കാൻ കഴിയുക എന്ന് ആര്യ വീണ്ടും ചോദിച്ചു. അവൾ ആ കളി നേരത്തെ തന്നെ കളിച്ചു പരാജയപ്പെട്ടതാണെന്ന് വെയ്ഫ് മറുപടി നൽകി. താൻ കളിക്കുകയാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്ന് ആര്യ നിസ്സഹായതയോടെ പറഞ്ഞു. നീ ആരാണെന്ന് വെയ്ഫ് അവളോട് ചോദിച്ചു. താൻ ആരുമല്ലെന്ന് ആര്യ മറുപടി നൽകിയെങ്കിലും വേഗത്തിൽ ജോലിയിലേക്ക് തിരികെ പോകാൻ വെയ്ഫ് അവളോട് ആജ്ഞാപിച്ചു. തുടർന്ന് നീ ആരാണെന്നും നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ആര്യ തിരിച്ച് വെയ്ഫിനോട് ചോദിച്ചു. താനും വെസ്റ്റ്രോസിൽ നിന്നാണ് വരുന്നതെന്നും അവളെപ്പോലെ തന്നെ താനും ഒരു പ്രഭുവിന്റെ മകളാണെന്നും വെയ്ഫ് ശാന്തമായി പറഞ്ഞു തുടങ്ങി. എന്നാൽ താൻ ഒരേയൊരു മകളായിരുന്നുവെന്നും തന്റെ അമ്മയുടെ മരണശേഷം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും അവൾ വിശദീകരിച്ചു. രണ്ടാനമ്മയ്ക്ക് ജനിച്ച മകൾക്ക് ഭീഷണിയാകാതിരിക്കാൻ അവർ തന്നെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ സത്യം മനസ്സിലാക്കിയ താൻ മുഖമില്ലാത്ത മനുഷ്യരുടെ സഹായം തേടുകയും അങ്ങനെ തന്റെ അച്ഛൻ വീണ്ടും ഭാര്യയില്ലാത്തവനായി മാറുകയും ചെയ്തുവെന്ന് വെയ്ഫ് പറഞ്ഞു. അന്നുമുതൽ താൻ അവർക്ക് സേവനം ചെയ്യുകയാണെന്നും അവൾ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് വെയ്ഫിന്റെ മുഖത്തെ ഭാവം മാറി. താനിപ്പോൾ പറഞ്ഞത് സത്യമാണോ അതോ നുണയാണോ എന്ന് അവൾ ആര്യയോട് ചോദിച്ചു. താൻ പറഞ്ഞ ഓരോ വാക്കും അവൾ വിശ്വസിച്ചോ എന്ന ചോദ്യത്തിനു മുന്നിൽ ആര്യ ആശയക്കുഴപ്പത്തിലായി. അവളുടെ മറുപടിക്ക് കാത്തുനിൽക്കാതെ ജോലിയിലേക്ക് മടങ്ങാൻ വെയ്ഫ് വീണ്ടും ആവശ്യപ്പെട്ടു. ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇരുണ്ട മുറിയിൽ കടുത്ത തണുപ്പിൽ ആര്യ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അന്ധകാരത്തിൽ നിന്നും ജക്കൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നീ ആരാണെന്ന് അയാൾ അവളോട് ചോദിച്ചു. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന അവൾ ഭയത്തോടെ അയാളെ നോക്കി. നീ ആരാണെന്ന ചോദ്യം അയാൾ വീണ്ടും ആവർത്തിച്ചു. താൻ ആര്യാണെന്ന് അവൾ മറുപടി നൽകി. എവിടെ നിന്നാണ് അവൾ വരുന്നതെന്ന അയാളുടെ ചോദ്യത്തിന് താൻ വെസ്റ്റ്രോസിൽ നിന്നാണെന്നും തന്റെ കുടുംബവീട് വിന്റർഫെല്ലിലാണെന്നും അവൾ പറഞ്ഞു. മഹാനായ പ്രഭു എഡ്വാർഡ് സ്റ്റാർക്കിന്റെ ഇളയ മകളാണ് താനെന്നും അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചുവെന്നും അവൾ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് ജക്കേൻ തന്റെ കയ്യിലിരുന്ന വടികൊണ്ട് ആര്യയെ ശക്തമായി അടിച്ചു. അതൊരു നുണയാണെന്ന് അയാൾ കർശനമായി പറഞ്ഞു. വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്റെ അച്ഛൻ വധിക്കപ്പെട്ടതിനുശേഷം താൻ തലസ്ഥാനത്തുനിന്നും ഒളിച്ചോടിയതാണെന്ന് അവൾ പറഞ്ഞു. ഒരു കുതിരക്കാരനെ തനിക്ക് കൊല്ലേണ്ടി വന്നുവെന്നും തന്റെ വാൾ അവന്റെ പുറത്തുകൂടി കുത്തിയിറക്കിയെന്നും അവൾ വിശദീകരിച്ചു. വീണ്ടും ജക്കൺ അവളെ അടിച്ചു. അതൊരു നുണയാണെന്ന് അയാൾ വീണ്ടും പറഞ്ഞു. താൻ അവനെ വയറ്റിലാണ് കുത്തിയതെന്ന് അവൾ തിരുത്തി പറഞ്ഞു. തന്റെ അമ്മയെയും സഹോദരനെയും കണ്ടെത്താൻ താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും അവരെ വാൾഡർ ഫ്രേ കൊലപ്പെടുത്തിയെന്നും അവൾ കണ്ണീരോടെ പറഞ്ഞു. പോളിവർ എന്നു പേരുള്ള ഒരുവൻ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും അവൾ കൂട്ടിച്ചേർത്തു. വീണ്ടും അടിയേറ്റപ്പോൾ സാൻഡോർ ക്ലിഗെയിൻ എന്നറിയപ്പെടുന്ന ഹൗണ്ടിനെക്കുറിച്ചാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അവൾ വേഗത്തിൽ പറഞ്ഞു. അവൻ തന്നെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ ഒരു സംഘട്ടനത്തിൽ അവന് പരിക്കേറ്റുവെന്നും അവൾ പറഞ്ഞു. തന്നെ കൊല്ലാൻ അവൻ യാചിച്ചുവെങ്കിലും താൻ അതിന് തയ്യാറായില്ലെന്നും മലമുകളിൽ അവനെ മരിക്കാൻ വിട്ടുകൊടുത്തുവെന്നും അവൾ പറഞ്ഞു. അവൻ വേദനിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താൻ അവനെ വെറുത്തിരുന്നുവെന്നും അവൾ ആക്രോശിച്ചു. ഓരോ തവണ അവൾ അത് ആവർത്തിക്കുമ്പോഴും ജക്കൻ അവളെ നിർദ്ദയമടിച്ചുകൊണ്ടിരുന്നു. താൻ അവനെ വെറുത്തിരുന്നുവെന്നത് നുണയല്ലെന്ന് അവൾ രക്തം തുപ്പിക്കൊണ്ട് നിലവിളിച്ചു. ആ പെൺകുട്ടി തന്നോടും മുഖങ്ങളുള്ള ദൈവത്തോടും അവളോട് തന്നെയും നുണ പറയുകയാണെന്ന് ജക്കേൻ ശാന്തമായി പറഞ്ഞു. വിജനമായ സമുദ്രതീരത്ത് തിരമാലകളുടെ ഇരമ്പൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജോറ തന്റെ കയ്യിൽ പടർന്നു പിടിക്കുന്ന ഗ്രേസ്കേൽ എന്ന മാരകരോഗം ശ്രദ്ധയോടെ പരിശോധിച്ചു. ആരും കാണാതിരിക്കാൻ അയാൾ പെട്ടെന്നത് വസ്ത്രം കൊണ്ട് മൂടിവെച്ചു. അപ്പോഴേക്കും ടീരിയൻ അവിടേക്ക് നടന്നുവന്നു. നമ്മൾ കണ്ടെത്തേണ്ടിയിരുന്ന ആ ഗ്രാമങ്ങൾ എവിടെയാണെന്നും വെറും പഴങ്ങളും വേരുകളും തിന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ടീരിയൻ നിരാശയോടെ പറഞ്ഞു. തനിക്ക് അതിന് കഴിയുമെന്ന് ജോറ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മറുപടി നൽകി. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ എന്ന് ടീരിയൻ അത്ഭുതത്തോടെ ചോദിച്ചു. തീർച്ചയായും തനിക്ക് വിശക്കുന്നുണ്ടെന്ന് ജോറ പറഞ്ഞു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട യാത്രാസഹായിയാണ് നിങ്ങളെന്നും യാതൊരു ആകർഷണീയതയുമില്ലാത്ത മനുഷ്യനാണ് നിങ്ങളെന്നും ടീരിയൻ പരിഹസിച്ചു. താൻ അയാളുടെ യാത്രാസഹായിയല്ലെന്നും ജോറഹ് കർശനമായി പറഞ്ഞു. നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും അതിനാൽ താൻ പറയുന്നത് കേൾക്കണമെന്നും ടീരിയൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വായ അടച്ചുവെക്കുമോ എന്ന് ജോറഹ് ദേഷ്യത്തോടെ ചോദിച്ചു. കിങ്സ് ലാൻഡിംഗിൽ നിന്നും പെൻഡോസ് വരെ ഒരു പെട്ടിയിലടയ്ക്കപ്പെട്ട്
താൻ യാത്ര ചെയ്തത് ഒരക്ഷരം പോലും മിണ്ടാതെയാണെന്ന് ടിരിയൻ അഭിമാനത്തോടെ പറഞ്ഞു. എന്തിനായിരുന്നു ആ യാത്ര എന്ന് അയാൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് ടിരിയൻ ലാനിസ്റ്റർ വോലാന്റിസിലെ ഒരു വേശ്യാലയം സന്ദർശിക്കാൻ തീരുമാനിച്ചതെന്ന് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്ന് ടിരിയൻ തിരികെ ചോദിച്ചു. താൻ തന്റെ അച്ഛനെ കൊന്നുവെന്നും താൻ ചെയ്യാത്ത തെറ്റിന് അദ്ദേഹം തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നും ടിരിയൻ വേദനയോടെ പറഞ്ഞു. അതിനുപുറമെ താൻ സ്നേഹിച്ച സ്ത്രീയോടൊപ്പം അദ്ദേഹം കിടക്ക പങ്കിട്ടുവെന്നും ടിരിയൻ കൂട്ടിച്ചേർത്തു. ഇതുകേട്ട് ജോറാഹ് പതുക്കെ എഴുന്നേറ്റു. മോർമണ്ട്, നിങ്ങളുടെ അച്ഛനൊരു നല്ല മനുഷ്യനായിരുന്നുവെന്ന് ടിരിയൻ പറഞ്ഞു. തന്റെ അച്ഛനെക്കുറിച്ച് നിനക്കെന്തറിയാമെന്ന് ജോറ സംശയത്തോടെ ചോദിച്ചു. താൻ അദ്ദേഹത്തെ വോളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഓരോ മനുഷ്യരുടെയും കഥകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നും ടിരിയൻ പറഞ്ഞു. അദ്ദേഹം തന്റെ ആളുകളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഒരാളെ ഇനി നമ്മൾ കാണില്ല എന്നാണ് അവർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതെന്നും ടിരിയൻ ഓർത്തെടുത്തു. ഇതുകേട്ട് ജോറ സ്തബ്ധനായി നിന്നുപോയി. നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നുവല്ലേ? തന്നോട് ക്ഷമിക്കണമെന്നും ടിരിയൻ സങ്കടത്തോടെ പറഞ്ഞു. വീണ്ടും ഉറച്ച ശബ്ദത്തിൽ ജോറ അതേ ചോദ്യം ആവർത്തിച്ചു. അദ്ദേഹം വോളിന് അപ്പുറത്തേക്കൊരു പര്യവേഷണത്തിന് പോയെന്നും അവിടെ വെച്ച് സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തിയെന്നും ടിരിയൻ വെളിപ്പെടുത്തി. ഇതുകേട്ട് ഹൃദയം തകർന്ന ജോറ നമുക്ക് യാത്ര തുടരാം എന്നു മാത്രം പറഞ്ഞ് മുൻപോട്ട് നടന്നു. ഹൌസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തറ വീണ്ടും കഴുകി വൃത്തിയാക്കുകയായിരുന്നു ആര്യ. അപ്പോഴാണ് ഹൃദയം തകർന്നുപോയ ഒരു പിതാവ് തന്റെ അസുഖബാധിതയായ ചെറിയ മകളെയും എടുത്തുകൊണ്ടവിടേക്ക് വന്നത്. കുളത്തിന്റെ കരയിൽ അവളെ കിടത്തിയ ശേഷം അയാൾ ആര്യയുടെ അടുത്തേക്ക് നടന്നുവന്നു. വലാർ മോർഗൂലിസ് എന്ന് അയാൾ പറഞ്ഞപ്പോൾ വലാർ ദോഹറിസ് എന്ന് അവൾ തിരികെ പറഞ്ഞു. തനിക്കിനി പോകാൻ മറ്റൊരിടമില്ലെന്നും ബ്രാവോസിലെ എല്ലാ വൈദ്യന്മാരെയും താൻ അവളെ കാണിച്ചുവെന്നും അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തന്റെ സമ്പാദ്യം മുഴുവൻ തീർന്നെങ്കിലും അവൾ ഓരോ ദിവസവും വേദന അനുഭവിക്കുകയാണെന്നും ഇതിനൊരു അറുതി വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. അയാളുടെ കണ്ണുകളിലെ നിസ്സഹായത കണ്ട ആര്യ പതുക്കെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു. തനിക്ക് ഭയങ്കര വേദനയാണെന്ന് ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും ആര്യ അവളെ ആശ്വസിപ്പിച്ചു. താനും ഒരു കാലത്ത് അവളെപ്പോലെയായിരുന്നെന്നും അസുഖം ബാധിച്ച് മരിക്കാറായ തന്നെ തന്റെ അച്ഛൻ ഒരിക്കലും കൈവിട്ടില്ലെന്നും അവൾ ഒരു നുണക്കഥ മെനഞ്ഞു പറഞ്ഞു. ലോകത്തിൽ മറ്റെന്തിനേക്കാളും അദ്ദേഹം തന്നെ സ്നേഹിച്ചിരുന്നു, അവളുടെ അച്ഛൻ അവളെ സ്നേഹിക്കുന്നതുപോലെ. അങ്ങനെയാണ് അദ്ദേഹം തന്നെ ഇവിടെ കൊണ്ടുവന്നത്. തന്റെ അച്ഛൻ മുഖങ്ങളുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയും താൻ ഈ കുളത്തിലെ വെള്ളം കുടിക്കുകയും ചെയ്തതോടെ തന്റെ അസുഖം ഭേദമായെന്നും ആര്യ സ്നേഹത്തോടെ പറഞ്ഞു. തുടർന്ന് ആ കുളത്തിൽ നിന്നും ഒരു കപ്പിൽ വെള്ളം കോരിയെടുത്തുകൊണ്ട് ആര്യ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ആ വെള്ളം അവൾക്ക് കുടിക്കാൻ നൽകി. ആ പെൺകുട്ടി അത് വിശ്വസിച്ച് ആ വെള്ളം കുടിച്ചു. ഇരുളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ജക്കൺ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ മുടി ശ്രദ്ധയോടെ ഒതുക്കിവെക്കുകയായിരുന്നു ആര്യ. അപ്പോഴാണ് അവൾ നേരത്തെ തുറക്കാൻ ശ്രമിച്ച ആ വാതിലിലൂടെ ജാക്കേൻ അവിടേക്ക് വന്നത്. അയാൾ അവളെയും കൂട്ടി തീപ്പന്തങ്ങൾ വെളിച്ചം വിതറുന്ന ഒരു നീണ്ട കോവണിപ്പടിയിലൂടെ താഴേക്ക് നടന്നു. ഹോൾ ഓഫ് ഫേസസ് എന്ന ആ വലിയ അറയിലെത്തിയപ്പോൾ ആര്യ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. മരിച്ചുപോയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ പതിപ്പിച്ച കൂറ്റൻ തൂണുകൾ അവിടെ നിരന്നുനിന്നിരുന്നു. ആ മുഖങ്ങളിലേക്ക് നോക്കി അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. ഒരു പെൺകുട്ടി അവളുടെ കാതുകളും മൂക്കും നാവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇഷ്ടങ്ങളും വെറുപ്പുകളും അങ്ങനെ അവളെ അവളാക്കുന്ന എല്ലാം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്ന് ജക്കേൻ ഗൗരവത്തോടെ ചോദിച്ചു. ആ മുഖങ്ങൾക്കിടയിലൂടെ കണ്ണോടിച്ച ആര്യ പ്രായമായ ഒരു സ്ത്രീയുടെ മുഖത്തിൽ തന്റെ ദൃഷ്ടി ഉറപ്പിച്ചു നിർത്തി. ആ പെൺകുട്ടി ആരുമല്ലാതായി മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും എന്നാൽ മറ്റൊരാളായി മാറാൻ അവൾ തയ്യാറാണെന്നും ജക്കൻ പ്രഖ്യാപിച്ചു. വിജനമായ പാതയിലൂടെ നടക്കുമ്പോൾ എന്തിനാണ് ഡെനേറിസിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് ടിരിയൻ ജോറായോട് ചോദിച്ചു. നിങ്ങൾ എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജോറാഹ് തിരികെ ചോദിച്ചു. താൻ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെന്ന് ടിരിയൻ മറുപടി നൽകി. നമ്മളെക്കാൾ വലിയ ശക്തിയായ ദൈവത്തിലോ വിധിയിലോ ഈ ലോകത്തിനൊരു ലക്ഷ്യമുണ്ടെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജോറാഹ് വിശദീകരിച്ചു ചോദിച്ചു. ഇല്ലെന്ന് ടിരിയൻ തീർത്തു പറഞ്ഞു. താനും നിങ്ങളെപ്പോലെ യാതൊന്നിലും വിശ്വസിക്കാത്ത ഒരാളായിരുന്നുവെന്ന് ജോറ പറഞ്ഞു. എന്നാൽ 3 കല്ല് മുട്ടകളുമായി വലിയൊരു തീപ്പൊയ്കയിലേക്ക് നടന്നുകയറുന്ന ഒരു പെൺകുട്ടിയെ താൻ കണ്ടു. തീ അണഞ്ഞപ്പോൾ അവളുടെ കരിഞ്ഞ അസ്ഥികൾ കണ്ടെത്താമെന്നാണ് താൻ കരുതിയത്. എന്നാൽ അവൾക്കു പകരം യാതൊരു പരിക്കുമേൽക്കാതെ തന്റെ കുഞ്ഞു ഡ്രാഗണുകളെയും കൈയിലേന്തി നിൽക്കുന്ന ഡെനേറീസിനെയാണ് താൻ കണ്ടതെന്ന് അയാൾ ആവേശത്തോടെ പറഞ്ഞു. അതിനുശേഷം ദൈവത്തിലോ വിധിയിലോ വിശ്വസിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ജോറ പറഞ്ഞു. അതുകൊണ്ട് മാത്രം അവളൊരു മികച്ച രാജ്ഞിയാകണമെന്നില്ലല്ലോ എന്ന് ടിരിയൻ ചോദിച്ചു. ടാർഗേരിയൻകൾക്ക് ഭ്രാന്തുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അവൾ ലോകം കീഴടക്കിയാൽ പിന്നെ എന്ത് സംഭവിക്കും? 1000 വർഷത്തെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമോ എന്ന് ടിരിയൻ പരിഹസിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കരുതാം. ശത്രുവായ ഈ കുള്ളനെ നിങ്ങൾ അവളുടെ മുന്നിലെത്തിക്കുമ്പോൾ അവൾക്ക് അതിയായ സന്തോഷം തോന്നും. അവൾ എന്റെ തല വെട്ടിമാറ്റുകയും നിങ്ങളുടെ സ്ഥാനം തിരികെ നൽകുകയും ചെയ്യും. നിങ്ങൾ അവളുടെ സൈന്യത്തെ നയിച്ച് വെസ്റ്ററോസിലേക്ക് കപ്പൽ കയറുകയും എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അവൾ ആ പടവുകൾ കയറി അയറൺ ത്രോണിലിരിക്കുന്നത് നിങ്ങൾ നോക്കി നിൽക്കും. വാഴ്ത്തപ്പെടട്ടെ മഹാറാണി. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് ടിരിയൻ ചോദിച്ചു. അതിനുശേഷം അവൾ ഭരിക്കുമെന്ന് ജോറഹ പറഞ്ഞു. അതാണോ നീതിയെന്ന് ടിരിയൻ ചോദിച്ചു. അവളാണ് യഥാർത്ഥ അവകാശി എന്ന് ജോറ പറഞ്ഞു. ജീവനുള്ള മനുഷ്യരെ വിനോദത്തിനു വേണ്ടി ചുട്ടുകൊന്ന അവളുടെ അച്ഛൻ രാജാവായിരുന്നതുകൊണ്ടാണോ അവൾ അവകാശിയാകുന്നത് എന്ന് ടിരിയൻ പരിഹസിച്ചു. ആ സംസാരത്തിനിടയിലാണ് സമുദ്രത്തിന്റെ നടുവിലായി നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പൽ ജോറാഹയുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
വന്നത്. അയാൾ പെട്ടെന്ന് ടിരിയനെ ഒരു പാറയുടെ പിന്നിലേക്ക് വലിച്ചുമാറ്റി. ശബ്ദമുണ്ടാക്കരുതെന്നും അതൊരു അടിമക്കപ്പലാണെന്നും അയാൾ മുന്നറിയിപ്പ് നൽകി. അവർ കുടിവെള്ളത്തിനായി തീരത്തേക്ക് വന്നതായിരിക്കാമെന്ന് ജോറാഹ പറയുന്നതിനിടയിൽ തന്നെ മാൽക്കോയും കൂട്ടരും വാളുകളുമായി അവരെ വളഞ്ഞുകഴിഞ്ഞിരുന്നു. മാൽക്കോ ക്രൂരമായി ജോറായുടെ മുഖത്തിടിച്ചു. ഇവനെ ഉപ്പുഖനിയിലോ അല്ലെങ്കിൽ കപ്പലിലെ അടിമയായോ ഉപയോഗിക്കാമെന്നും അതിനുള്ള കരുത്ത് ഇവനുണ്ടെന്നും ഒരു അടിമക്കച്ചവടക്കാരൻ പറഞ്ഞു. ഈ കുള്ളന്റെ കാര്യം എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഇവന്റെ തൊണ്ട വെട്ടിക്കളയാനും മാൽക്കോ ആജ്ഞാപിച്ചു. ഒരുവൻ വാളുമായി ടിരിയനിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്നു നിൽക്കാൻ അവൻ പരിഭ്രാന്തിയോടെ വിളിച്ചു പറഞ്ഞു. നമുക്കിതൊന്ന് സംസാരിച്ച് തീർക്കാമെന്ന് അവൻ യാചിച്ചു. ഇവനെ കൊന്നതിനുശേഷം ഇവന്റെ ജനനേന്ദ്രിയം മുറിച്ചെടുക്കാമെന്നും കുള്ളന്മാരുടെ ജനനേന്ദ്രിയത്തിന് മാന്ത്രിക ശക്തിയുണ്ടെന്ന വിശ്വാസമുള്ളതിനാൽ അത് വലിയ വിലയ്ക്ക് വിൽക്കാമെന്നും മാൽക്കോ പറഞ്ഞു. വാൾ ടിരിയനിന്റെ തൊണ്ടയോടടുത്തപ്പോൾ അവൻ വീണ്ടും യാചിച്ചു. രാജ്ഞി ഡേനറീസ് അടിമക്കച്ചവടം നിരോധിച്ചിട്ടുണ്ടെന്ന് ജോറ പറഞ്ഞു. തങ്ങൾ വൊളാൻഡിസിലേക്കാണ് പോകുന്നതെന്നും സ്ലേവേഴ്സ് ബേയിലേക്ക് അല്ലെന്നും മാൽക്കോ മറുപടി നൽകി. മാത്രമല്ല അവൾ പോരാട്ടവേദികൾ വീണ്ടും തുറന്നിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു. മെരീനിലെ പോരാട്ടവേദികൾ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും നിങ്ങൾ ഉടൻ തന്നെ വലിയ സമ്പന്നരാകുമെന്നും ടിരിയൻ പറഞ്ഞു. 7 കിങ്ഡംസിലെ ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളെയാണ് നിങ്ങളിപ്പോൾ നോക്കിക്കാണുന്നതെന്ന് അവൻ ആവേശത്തോടെ പറഞ്ഞു. മാൽക്കോ ടിരിയനെ നോക്കി ഉറക്കെ ചിരിച്ചു. തന്നെയല്ല, അവനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ടിരിയൻ ജോറായെ ചൂണ്ടിക്കാണിച്ചു. ഇവനോ? ഇവന് ചുരുങ്ങിയത് 60 വയസ്സെങ്കിലും ഉണ്ടാകുമെന്ന് മാൽക്കോ പുച്ഛത്തോടെ പറഞ്ഞു. അവന് പ്രായമായിട്ടുണ്ടാകാം, വെയിലേറ്റുവാടിയ ശരീരമായിരിക്കാം, പക്ഷേ അവൻ 100ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത മികച്ച പോരാളിയാണെന്ന് ടിരിയൻ വാദിച്ചു. മാൽക്കോ തന്റെ ആളുകളോട് ജോറായെ അടുത്തുകൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. അവൻ പറഞ്ഞത് സത്യമാണോ എന്ന് മാൽക്കോ ചോദിച്ചപ്പോൾ ജോറ അതേ എന്ന് തലയാട്ടി. കുതിരപ്പുറത്തേറിയുള്ള പോരാട്ടം വെറുമൊരു കളി മാത്രമാണെന്നും മെരീനിൽ പോരാടുന്നവർ ഇവനെ ജീവനോടെ വിഴുങ്ങുമെന്നും മാൽക്കോ പരിഹസിച്ചു. ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ താനൊരു ദോത്രാക്കി പോരാളിയെ കൊന്നിട്ടുണ്ടെന്ന് ജോറഹ് ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയ മാൽക്കോ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നീ നുണ പറയുകയാണെന്ന് പറഞ്ഞു. അതൊരു നുണയല്ലെന്നും അവന്റെ പേര് കോത്തോ എന്നായിരുന്നെന്നും അവൻ ഖാൽ ഡ്രോഗോയുടെ പോരാളിയായിരുന്നുവെന്നും ജോറഹ് പറഞ്ഞു. തന്നെ സ്ലേവേഴ്സ് ബേയിലേക്ക് കൊണ്ടുപോകണമെന്നും തന്റെ കയ്യിൽ ഒരു വാൾ തന്നാൽ തന്റെ കഴിവ് താൻ തെളിയിക്കാമെന്നും അവൻ വെല്ലുവിളിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ മാൽക്കോ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം മൂളി. കിങ്സ് ലാൻഡിംഗിന്റെ തെരുവുകളിലൂടെ ഫെയ്റ്റ് മിലിറ്റന്റിന്റെ ആളുകൾക്ക് അരികിലൂടെ ലോർഡ് ബേലിഷ് നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് ലാൻസൽ അവനെ തടഞ്ഞു നിർത്തിയത്. നിങ്ങൾ അവസാനമായി ഇവിടെ വന്നതിനുശേഷം ഈ നഗരം ആകെ മാറിയെന്നും തെരുവുകളിൽ ഒഴുകിയിരുന്ന മദ്യം ഞങ്ങൾ ഇല്ലാതാക്കിയെന്നും കപടദൈവങ്ങളെ തകർത്തെറിഞ്ഞുവെന്നും ദൈവമില്ലാത്തവരെ ഞങ്ങൾ തുരത്തിയെന്നും ലാൻസൽ അഭിമാനത്തോടെ പറഞ്ഞു. വളരെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ബേലിഷ് അവനെ മറികടന്നു പോകാൻ ശ്രമിച്ചു. എന്നാൽ ലാൻസൽ തന്റെ കൈ ബേലിഷിന്റെ തോളിൽ വെച്ച് അവനെ തടഞ്ഞു. താൻ ക്വീൻ മദറിന്റെ ഒരു അടിയന്തര ആവശ്യത്തിനായി വന്നതാണെന്നും താൻ വൈകുമെന്ന് അവരെ അറിയിക്കണമോ എന്നും ബേലിഷ് ശാന്തമായി ചോദിച്ചു. അതുകേട്ട ലാൻസൽ അവനെ വിട്ടു. വളരെ കരുതലോടെ വേണം മുന്നോട്ടു പോകാനെന്നും ഈ പുതിയ കിങ്സ് ലാൻഡിംഗിൽ ശരീരങ്ങൾ വിൽക്കുന്നവർക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നും അയാൾ മുന്നറിയിപ്പ് നൽകി. നമ്മൾ രണ്ടുപേരും വിൽക്കുന്നത് വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്നും എന്നാൽ താൻ വിൽക്കുന്നത് കുറച്ചുകൂടി വിനോദം നൽകുന്നതാണെന്നും ബേലിഷ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. സെർസിയുടെ ആഡംബരപൂർണമായ മുറിയിലിരുന്നുകൊണ്ട് ബേലിഷ് അവളോട് സംസാരിക്കുകയായിരുന്നു. ഹൈഗാർഡന്റെ അവകാശിയെ അറസ്റ്റ് ചെയ്തത് ബുദ്ധിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അവനെ അറസ്റ്റ് ചെയ്തത് താനല്ലെന്നും ആ മതഭ്രാന്തന്മാരാണെന്നും സെർസി മറുപടി നൽകി. തീർച്ചയായും, എന്നാൽ അവർക്ക് ആയുധം നൽകിയത് നിങ്ങളുടെ ഉത്തരവിൻ പ്രകാരമല്ലേ എന്ന് ബേലിഷ് ചോദിച്ചു. അത് രാജാവിന്റെ ഉത്തരവാണെന്നും സേർ ലോറാസിന്റെ വഴിവിട്ട ജീവിതത്തിന് രാജാവാണോ കുറ്റക്കാരനെന്നും അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഈ അപമാനങ്ങൾ ഹൌസ് ടൈറൽ ഒരിക്കലും പൊറുക്കില്ലെന്ന് ബെലിഷ് മുന്നറിയിപ്പ് നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും അത് ഒരു കാക്കയുടെ കയ്യിൽ കൊടുത്തുവിടാൻ മാത്രം തനിക്ക് വിശ്വാസമില്ലായിരുന്നുവെന്നും ബെലിഷ് പറഞ്ഞു. ഒരിക്കൽ ആര്യ സ്റ്റാർക്കിനെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിൽ താൻ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ താൻ സാൻസ സ്റ്റാർക്കിനെ കണ്ടെത്തിയിരിക്കുന്നു. അവൾ ജീവനോടെയുണ്ടെന്നും ഇപ്പോൾ അവൾ വിന്റർഫെല്ലിൽ സ്വന്തം വീട്ടിലാണെന്നും അവൻ വെളിപ്പെടുത്തി. അത് അസാധ്യമാണെന്ന് സെർസി പറഞ്ഞു. തന്റെ സ്രോതസ്സുകൾ വളരെ വിശ്വസ്തരാണെന്നും രാജാവ് ടോമൻ അടുത്തിടെ അംഗീകാരം നൽകിയ റൂസ് ബോൾട്ടണിന്റെ മകൻ റാംസെയെക്കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാനാണ് അവരുടെ പദ്ധതിയെന്നും ബേലിഷ് പറഞ്ഞു. അവനെയും അവന്റെ മകനെയും താൻ തൊലിയുരിഞ്ഞെടുക്കുമെന്ന് സെർസി ദേഷ്യത്തോടെ പറഞ്ഞു. അല്പം ക്ഷമ കാണിക്കാനാണ് താൻ ഉപദേശിക്കുന്നതെന്ന് ബേലിഷ് പറഞ്ഞു. തന്റെ മകനെ കൊലപ്പെടുത്താൻ സഹായിച്ചവളാണ് സാൻസ എന്നും റൂസ് ബോൾട്ടൺ ഒരു രാജ്യദ്രോഹിയാണെന്നും അവൾ വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ തനിക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്നും മഞ്ഞിലും ഐസിലും പോരാടാൻ പരിശീലനം ലഭിച്ചവരാണ് നൈറ്റ്സ് ഓഫ് ദ വെയിൽ എന്നും ബേലിഷ് വാഗ്ദാനം നൽകി. നിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവനും വേശ്യാലയം നടത്തുന്നവനുമാണെന്നാണ് ആളുകൾ പറയുന്നത്, അല്ലാതെ ഒരു സൈനികനല്ലെന്ന് സെർസി പരിഹസിച്ചു. നിങ്ങൾക്കിതിൽ യാതൊന്നും നഷ്ടപ്പെടാനില്ലെന്നും ഒരു ലാനിസ്റ്റർ സൈനികനെയോ ഖജനാവിലെ ഒരു നാണയത്തൊട്ടോ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരില്ലെന്നും അവൻ പറഞ്ഞു.
ഈ വേശ്യാലയമുടമയെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാണെന്ന് അവൻ ചോദിച്ചു. ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് എന്തു വേണമെന്ന് അവൾ ചോദിച്ചു. തന്നെ വാർഡൻ ഓഫ് ദി നോർത്തായി പ്രഖ്യാപിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. ഇന്ന് വൈകുന്നേരം താൻ രാജാവിനോട് സംസാരിക്കാമെന്നും അതൊരു രാജകൽപ്പനയായി പുറപ്പെടുവിക്കാമെന്നും അവൾ ഉറപ്പു നൽകി. സൻസ സ്റ്റാർക്കിന്റെ തല ഒരു കുന്തത്തിൽ കോർത്ത് എന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നിങ്ങൾ വാക്കു പാലിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് സെർസി പറഞ്ഞു. താൻ ജീവിക്കുന്നത് തന്നെ സേവിക്കാനാണെന്ന് ബെലിഷ് തലകുനിച്ചു പറഞ്ഞു. ഡോർണിലെ പൂക്കൾ നിറഞ്ഞ മനോഹരമായ ഉദ്യാനത്തിൽ ട്രസ്റ്റൈൻ മൈർസെല്ലായുടെ മുടിയിൽ ഒരു പൂവ് ചൂടിക്കൊടുക്കുകയായിരുന്നു. ഉദ്യാനത്തിനു മുകളിലെ ബാൽക്കണിയിൽ നിന്നും ഡോറനും ഏരിയോയും ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവർ നല്ലൊരു ജോഡിയാണെന്നും ഒരു ലാനിസ്റ്ററും ഒരു മാർട്ടലും. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് അവർക്കറിയില്ലെന്നും നമ്മൾ അവരെ സംരക്ഷിക്കണമെന്നും ഡോറൻ പറഞ്ഞു. ഡോർണിലെ വിജനമായ പാതയിലൂടെ പെട്ടെന്ന് ജൈമയുടെ കണ്ണുകൾ ദൂരെയുള്ള വാട്ടർ ഗാർഡൻസിൽ പതിച്ചു. അതാണ് വാട്ടർ ഗാർഡൻസ് എന്ന് അയാൾ ചൂണ്ടിക്കാണിച്ചു. ആ രാജകുമാരിയെ കിട്ടിയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യുമെന്ന് ബ്രോൺ ചോദിച്ചു. തനിക്ക് അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെന്ന് ജൈമെ പറഞ്ഞു. നിന്റെ ആ സ്വർണ്ണക്കൈ കണ്ടാൽ അത് മനസ്സിലാകുമെന്ന് ബ്രോൺ പരിഹസിച്ചു. സാധനങ്ങളുമായി പോകുന്ന സാധാരണക്കാരായ ആളുകൾക്കിടയിലൂടെ അവർ ആ ഉദ്യാനത്തിലേക്ക് നുഴഞ്ഞുകയറി. അതേസമയം മറ്റൊരു ഇരുണ്ട മുറിയിൽ എല്ലാരിയായും സാൻഡ് സ്നേക്സും തങ്ങളുടെ ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. ഉദ്യാനത്തിൽ മൈർസെല്ലായും ട്രസ്റ്റേനും ചുംബിക്കുകയായിരുന്നു. അത് കണ്ട ബ്രോൺ അവൾ ഇതവളുടെ സ്വന്തം വീടുപോലെയാക്കിയല്ലോ എന്ന് കളിയാക്കി. അവർ അവരുടെ അടുത്തേക്ക് ചെന്നു. ജൈമയെ കണ്ട മൈർസെല്ല ഞെട്ടലോടെ മാറി നിന്നു. അമ്മാവൻ ജൈമെ, തനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളിവിടെ എന്തെടുക്കുകയാണെന്ന് അവൾ ചോദിച്ചു. നമുക്ക് സ്വകാര്യമായി സംസാരിക്കാമെന്ന് അയാൾ പറഞ്ഞു. താൻ ട്രിസ്റ്റൈൻ മാർട്ടലാണെന്നും മൈർസെല്ല തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവളാണെന്നും അവൻ പറഞ്ഞു. വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ജൈമെ തന്റെ നല്ല കൈകൊണ്ട് അവന് കൈകൊടുത്തു. നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല സർ ജൈമെ എന്ന് ട്രിസ്റ്റൈൻ പറഞ്ഞു. നിങ്ങൾ അവർക്ക് കുറച്ചുനേരം സംസാരിക്കാൻ സമയം കൊടുക്കൂ എന്ന് പറഞ്ഞ് ബ്രോൺ മുന്നോട്ടു വന്നു. അവൻ ബ്രോണിന്റെ കവചത്തിൽ ഏതെങ്കിലും അടയാളമുണ്ടോ എന്ന് പരിശോധിച്ചു. മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന് ബ്രോൺ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ട്രിസ്റ്റൈൻ തന്റെ വാളെടുക്കാൻ തുനിഞ്ഞതും ബ്രോൺ അവന്റെ മുഖത്തേക്ക് ഒറ്റയിടി വെച്ചുകൊടുത്തു. അവൻ ബോധം കെട്ടു താഴെ വീണു. നമുക്കിപ്പോൾ തന്നെ പോകണമെന്ന് ജൈമെ അവളോട് പറഞ്ഞു. നിങ്ങൾ അവനെ ഉപദ്രവിച്ചു എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പുതരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എന്ന് ജൈമെ പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഒരു ചാട്ടവാർ വന്ന് അവന്റെ കയ്യിൽ ചുറ്റിവരിഞ്ഞു. കുന്തവും ചാട്ടവാറും കഠാരകളുമായി അവർ രണ്ടുപേർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അവർ ബ്രോണിനെയും ജൈമയെയും നേരിടുന്നതിനിടയിൽ ഒബാര വേഗത്തിൽ മൈർസെല്ലയുടെ അടുത്തേക്ക് കുതിച്ചു. നീ എന്റെ കൂടെ വരികയാണെന്ന് അവൾ പറഞ്ഞു. ഒബര അവളെയും വലിച്ച് ഉദ്യാനത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഒരു സാൻഡ് സ്നേക്ക് ബ്രോണിന്റെ കയ്യിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. പെട്ടെന്ന് ഏരിയോ തന്റെ ആളുകളുമായി അവിടേക്ക് കുതിച്ചെത്തി. എല്ലാവരും ആയുധങ്ങൾ താഴെയിടാൻ അയാൾ ഉച്ചത്തിൽ ആജ്ഞാപിച്ചു. ഏരിയോയുടെ ആളുകൾ അവരെല്ലാവരെയും വളഞ്ഞുകഴിഞ്ഞിരുന്നു. താൻ ഒബാര സാൻഡ് ആണെന്നും ഓബ്രിൻ മാർട്ടലിന്റെ മകളാണെന്നും താൻ ഡോർണിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആയുധങ്ങൾ താഴെയിടാൻ അയാൾ വീണ്ടും ഗർജിച്ചു. ഗത്യന്തരമില്ലാതെ ആ പെൺകുട്ടികൾ ആയുധങ്ങൾ താഴെയിട്ടു. അവർ എല്ലാവരെയും അവിടെ നിന്നും കൊണ്ടുപോയി. സെർസിയുടെ മുറിയിലേക്ക് കയറിച്ചെന്ന ഒലന്നയെ കണ്ട ഭാവം നടിക്കാതെ അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നതെന്ന് ഒലന്ന പറഞ്ഞു. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടാകുമെന്ന് അവൾ പരിഹസിച്ചു. നീ ഒന്നും എഴുതുന്നില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്നും ആ പേന താഴെ വയ്ക്കാനും ഒലന്ന കർശനമായി പറഞ്ഞു. മൂർച്ചയേറിയ നാവുള്ള ക്വീൻ ഓഫ് തോൺസ് എന്ന് സെർസി അവരെ വിശേഷിപ്പിച്ചു. കുപ്രസിദ്ധയായ ടാട്ട് ക്വീൻ സെർസി എന്ന് അവരും തിരിച്ചടിച്ചു. എന്റെ പേരക്കുട്ടിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ നീയാണെന്ന് തനിക്കറിയാമെന്ന് അവർ പറഞ്ഞു. നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് മാപ്പ് പറഞ്ഞാൽ ഒരുപക്ഷേ എന്ന് സെർസി പറഞ്ഞു തുടങ്ങിയതും ലോറാസിനെ പുറത്തുവിടുമ്പോൾ താൻ മാപ്പ് പറയാമെന്ന് അവർ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഫെയ്ത്ത് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരെയും പോലെ താനും ഞെട്ടിപ്പോയെന്നും തനിക്ക് ആ മതഭ്രാന്തന്മാരോട് യാതൊരു താൽപ്പര്യവുമില്ലെന്നും അവൾ കള്ളം പറഞ്ഞു. തങ്ങളുടെ കുടുംബം നൽകുന്ന സൈന്യവും സ്വർണവും ഗോതമ്പും ഈ രാജ്യത്തിനിപ്പോൾ ആവശ്യമില്ലേ എന്ന് ഒലന്ന ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. ഹൌസ് ടൈറലിയുമായുള്ള തങ്ങളുടെ സഖ്യം നിലനിൽക്കുമെന്ന് താൻ ഉറപ്പു നൽകുന്നതായി സെർസി പറഞ്ഞു. തങ്ങളുടെ ഭാവിയെ ജയിലിൽ അടച്ചതിനുശേഷവും ഈ സഖ്യം തുടരുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് അവർ തിരികെ ചോദിച്ചു. ലാനിസ്റ്റർ ടൈറൽ സഖ്യം ഈ രാജ്യത്ത് സമാധാനം കൊണ്ടുവന്നുവെന്നും വീണ്ടും രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും സെർസി ചോദിച്ചു. താൻ നിന്റെ അച്ഛനെ വിശ്വസിച്ചിരുന്നില്ലെന്നും തനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടവുമില്ലായിരുന്നുവെന്നും എന്നാൽ താൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നുവെന്നും ഒലന്ന പറഞ്ഞു. ഹൈസെപ്റ്റൻ ഒരു വിചാരണയല്ല പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ഇതൊരു അന്വേഷണം മാത്രമാണെന്നും അവൾ പറഞ്ഞു. ലോറസിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണിതെന്നും അതിൽ സത്യമില്ലെന്ന് തനിക്കുറപ്പാണെന്നും അവൾ പറഞ്ഞു. ലോറസ് പുറത്തുവരുമെന്നും നമ്മുടെ സഖ്യം സന്തോഷത്തോടെ തുടരുമെന്നും ഈ അസുഖകരമായ സംസാരം നമ്മൾ മറക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവരെ പറഞ്ഞയച്ചു. ഹൈസെപ്റ്റന്റെ തണുത്ത മുറിയിൽ ലോറാസിനെ വിസ്തരിക്കുകയായിരുന്നു. നിങ്ങളും റെൻലിയും തമ്മിലുള്ള കിംവദന്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് ഹൈസ്പാരോ ചോദിച്ചു. താൻ കിംവദന്തികൾ ശ്രദ്ധിക്കാറില്ലെന്ന് അവൻ മറുപടി നൽകി. അവൻ മരിച്ചപ്പോൾ നിങ്ങൾ അങ്ങേയറ്റം ദുഃഖിതനായിരുന്നുവെന്നും സ്റ്റാനിസിന്റെ സൈന്യം അടുത്തുവന്നിട്ടും അവന്റെ കിടക്കക്കരികിൽ നിന്നും മാറാൻ നിങ്ങൾ വിസമ്മതിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞതായി അയാൾ ചോദിച്ചു. അവൻ തന്റെ സുഹൃത്തും തന്റെ രാജാവുമായിരുന്നുവെന്ന് അവൻ പറഞ്ഞു.
ജോഫ്രി അല്ലായിരുന്നോ നിങ്ങളുടെ രാജാവെന്നും ദൈവങ്ങളാൽ വാഴിക്കപ്പെട്ടത് അവനാണെന്നും അയാൾ ഓർമ്മിപ്പിച്ചു. റെൻലിയെ പിന്തുണച്ചത് തന്റെ തെറ്റായിരുന്നുവെന്നും എന്നാൽ ജോഫ്രി തന്നോട് ക്ഷമിച്ചുവെന്നും ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ താൻ അവനുവേണ്ടി പോരാടിയെന്നും അവൻ പറഞ്ഞു. നിങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങൾ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. തീർച്ചയായും താൻ അത് നിഷേധിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇത്രയും മതിയെന്ന് പറഞ്ഞ് അയാൾ അവനെ മടക്കിയയച്ചു. ഇതിൽ കൂടുതൽ വിസ്തരിക്കാനൊന്നുമില്ലെന്ന് ഒലന്ന ഉറക്കെ പറഞ്ഞു. എന്നാൽ അടുത്തതായി രാജകുമാരി മാർജറിയെയാണ് വിസ്തരിക്കാനുള്ളതെന്ന് സ്പാരോ പ്രഖ്യാപിച്ചു. നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞു. താൻ ഈ രാജ്യത്തിന്റെ രാജ്ഞിയാണെന്ന് അവൾ ഓർമ്മിപ്പിച്ചു. അതെ, എന്നാൽ ദൈവത്തിന്റെ നിയമപ്രകാരം രാജാവായാലും രാജ്ഞിയായാലും വിചാരണയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു. അവൾ വിസ്താരക്കൂട്ടിലേക്ക് നടന്നു. നിങ്ങളുടെ സഹോദരനെതിരെയുള്ള ഈ കുറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അയാൾ ചോദിച്ചു. ഇതെല്ലാം നുണകളാണെന്ന് അവൾ പറഞ്ഞു. എല്ലാം നുണയാണോ? അതെ, എല്ലാം നുണയാണ്. തന്റെ അറിവിൽ തന്റെ സഹോദരൻ ഈ കുറ്റങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാമോ എന്ന് അയാൾ ചോദിച്ചു. അതെ, താൻ സത്യം ചെയ്യുന്നുവെന്ന് അവൾ പറഞ്ഞു. അപ്പോഴാണ് ഫെയ്ത്തിന്റെ ആളുകൾ ഒലിവാറിനെ അവിടേക്ക് കൊണ്ടുവന്നത്. അവനെ കണ്ട ലോറാസ് ഞെട്ടിപ്പോയി. സെർസിയുടെ ചുണ്ടുകളിൽ ഒരു വഷളൻ ചിരി വിടർന്നു. നിനക്ക് ഇയാളെ അറിയാമോ എന്ന് സ്പാരോ ചോദിച്ചു. വളരെ നന്നായി അറിയാമെന്നും ഇത് ഹൈഗാർഡന്റെ അവകാശിയായ സർ ലോറാസ് ടൈറൽ ആണെന്നും അവൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? താൻ അവന്റെ സഹായിയായിരുന്നുവെന്നും അവന് തന്നെ ഇഷ്ടപ്പെട്ടുവെന്നും കണ്ടുമുട്ടിയ ആദ്യ ദിവസം തന്നെ അവൻ തന്റെ മുറിയിലേക്ക് തന്നെ വിളിച്ചുവെന്നും അവൻ പറഞ്ഞു. അവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയെന്ന് അവൻ വെളിപ്പെടുത്തി. അവൻ നുണ പറയുകയാണെന്ന് ലോറാസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ സാക്ഷാൽ രാജ്ഞി മാർജറി ഉണ്ടെന്ന് അവൻ പറഞ്ഞു. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ അവൾ ആ മുറിയിലേക്ക് വന്നുവെന്നും എന്നാൽ അവൾക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ലെന്നും അവൻ വെളിപ്പെടുത്തി. ഇതൊരു വലിയ കുടുംബത്തിനെതിരെയുള്ള അപമാനമാണെന്നും ഹൈഗാർഡന്റെ അവകാശിയേക്കാൾ ഒരു സാധാരണ സഹായിയുടെ വാക്ക് എന്തിനാണ് വിശ്വസിക്കുന്നതെന്നും സെർസി കപടമായി ചോദിച്ചു. അവനൊരു ജന്മമറിവുണ്ടെന്നും അത് അവന്റെ തുടയുടെ മുകൾ ഭാഗത്താണെന്നും അതിന് വൈനിന്റെ നിറമാണെന്നും ഡോണിന്റെ രൂപമാണെന്നും ഒലിവാർ വിളിച്ചു പറഞ്ഞു. ഇതുകേട്ട് നിയന്ത്രണം വിട്ട ലോറാസ് അവനു നേരെ പാഞ്ഞെടുത്തു. ഫെയ്ത്തിന്റെ ആളുകൾ അവനെ തടഞ്ഞു നിർത്തി. മാർജറിയും ഒലനയും അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റെങ്കിലും സൈനികർ അവരെ തടഞ്ഞു. സർ ലോറാസിനെതിരെയും രാജ്ഞി മാർജറിക്കെതിരെയും ഒരു ഔദ്യോഗിക വിചാരണ നടത്താൻ മാത്രമുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്ന് സ്പാരോ പ്രഖ്യാപിച്ചു. ദൈവങ്ങൾക്ക് മുന്നിൽ കള്ളസാക്ഷ്യം പറയുന്നത് വലിയൊരു പാപമാണെന്നും അവളെ കൊണ്ടുപോകാനും അയാൾ ഉത്തരവിട്ടു. സൈനികർ അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ രാജാവ് ടോമൻ പകച്ചുനിന്നു. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ലെന്നും താൻ രാജ്ഞിയാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. ടോമൻ, ഞാൻ നിന്റെ രാജ്ഞിയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നുവെന്ന് അവൾ അലറിക്കരഞ്ഞു. ഒലെന്ന കടുത്ത ദേഷ്യത്തോടെ സെർസിയെ നോക്കി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.